ഹരകൃഷ്ണ, ഇത് പണ്ട് കാലം തൊട്ടുള്ള അഹോബിലം ക്ഷേത്രങ്ങളിൽ തന്നെയുള്ള പല പല ഗുഹകളുണ്ട്. അതിലെ ചെറിയൊരു ഗുഹയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല പല ഊടുവഴികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ എത്ര ഭംഗിയാണ്. ചെറിയൊരു ഗുഹയാണ്. അവിടുത്തെ ഇങ്ങനെ ഇതുപോലെ രഹസ്യങ്ങളായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹരേ കൃഷ്ണ, നമ്മളിപ്പോൾ ഉള്ളത് ജ്വാല നരസിംഹദേവ് ഭഗവാന്റെ അടുത്താണ് കാണിച്ചത്. ഇവിടെ നരസിംഹ ഭഗവാൻ വധിച്ചിട്ട് കൈ കഴുകാനായിട്ട് ഇവിടെയാണ് വന്നത്. ഇവിടെ വെച്ചിട്ടാണ് കൈ കഴുകിയത്. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിനൊരു ചുവപ്പ് നിറം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ വലിയ ഭാഗ്യമാണ് ഇവിടെ വരാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ ഭക്തപ്രഹ്ലാദ് മഹാരാജിൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ ആ ഒരു ഗുഹാക്ഷേത്രമാണ് നമ്മൾ മുന്നിലായിട്ട് ഈ കാണുന്നത്. പ്രഹ്ലാദ് മഹാരാജിനെ ഹിരണ്യകശിപൻ്റെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ വലിച്ചെറിഞ്ഞപ്പോൾ ഈ ഗുഹയിലൂടെ വന്നിട്ട് ഭഗവാൻ കയ്യിൽ ആലിംഗനം ചെയ്ത് കയ്യിൽ പിടിച്ച ഒരു ഐതിഹ്യമാണ് ഇവിടെ ഉള്ളത്. പ്രഹ്ലാദ് മഹാരാജ് നാരായണമൂർത്തിയെ ഭക്തിപൂർവം സേവിച്ച, ആരാധിച്ച, പൂജിച്ച ആ ഒരു പരിപാവനമായിട്ടുള്ള ഒരു ഗുരുകുലത്തിൻ്റെ ആ ഒരു ചൈതന്യമാണ് ഈ ഗുഹ നിറയെ ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു അംശം നമ്മൾക്കും അനുഭവിക്കാൻ സാധിച്ച് അത് നമ്മളുടെ ഭക്തന്മാർക്ക് എല്ലാവർക്കും അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ തന്നെ അവർക്കും ആനന്ദം കിട്ടട്ടെ എന്ന് നരസിംഹമൂർത്തിയുടെ ഭക്തപ്രഹ്ലാദ് മഹാരാജിൻ്റെയും ആ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ഉള്ളത് അഹോബിലത്താണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഭഗവാൻ വന്ന ആ തൂണിൻ്റെ മുകളിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ഭാഗ്യമാണ് നമുക്കിവിടെ എത്താൻ പറ്റിയത്. നരസിംഹ ഭഗവാൻ പ്രഹ്ലാദ് മഹാരാജിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന സ്ഥലമാണ്. തൂണ് പിളർന്ന് ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഇവിടെ എത്താൻ പറ്റിയത്. നിങ്ങളെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ഉള്ളത് ഉഗ്രസ്തംഭം എന്ന് വെച്ചാൽ അഹോബിലത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൂർണ്ണമാണ്. ഇതാണ് നമ്മളെ കാണുന്ന അത് സലന്ദാസിന് സമയത്ത് തൂണ് വരുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തപ്പെട്ടു എന്ന്. ഗുരുവൻ്റെയും ഗുരുവന്മാരുടെയും കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചുറ്റും നോക്കിയാൽ കാണാം, ഒരു അടി വെച്ചാൽ പോലും നമ്മൾ താഴെ പോകും. നരസിംഹഭഗവാന്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ എത്തിപ്പെടാമെന്ന് വെച്ചാൽ ഒരു സാധാരണ കാര്യമല്ല. കാരണം സത്യയുഗത്തിൽ അങ്ങ് നടന്ന ഒരു ലീല ഇപ്പോഴും ഭഗവാന്റെ കാരണത്താൽ ഇവിടെ നടക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഓരോ നിമിഷം ഓരോ പ്രസൻസ് നമുക്ക് വളരെ ബ്ലിസ്ഫുള്ളായിട്ട് അനുഭവപ്പെടും. ചുറ്റും നോക്കിയാൽ ഇവിടെ കയറുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇവിടെ എത്തിയിട്ട് 2 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റട്ടെ, ഭക്തിയിലൂടെ പൂജ വയ്ക്കാൻ പറ്റട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. നമ്മളിപ്പോൾ അഹോബിലം ഉഗ്ര സ്തംഭത്തിൻ്റെ മുകളിൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നരസിംഹമന്ത്രം ചൊല്ലിയിട്ടാണ് നമ്മൾ അഭിഷേകം ചെയ്തത്. അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു പ്രത്യേക ഒരു ഊർജം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. കാരണം ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് രാധാറാണിയുടെ കാരുണ്യത്തോണ്ട്, ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോണ്ട്, നമ്മളെ ഭക്തിസുദർശൻ മഹാരാജിൻ്റെ കാരുണ്യത്തോണ്ട് നമ്മളിപ്പോൾ ഉഗ്രസ്തംഭത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഈ ഭഗവാന്റെ ആ ചൈതന്യത്തെ അനുഭവിച്ചറിയുന്നു. ഹരേ കൃഷ്ണ.